കേരളത്തിന്റെ അഭിമാനമായ കുടുംബശ്രീ പ്രസ്ഥാനത്തിന്റെ വിജയഗാഥ നേരിട്ടറിയാൻ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളുടെ പ്രവാഹം തുടരുന്നു. കുടുംബശ്രീ നാഷണൽ റിസോഴ്സ് ഓർഗനൈസേഷന്റെ ഭാഗമായി ഉത്തരാഖണ്ഡിൽ നിന്നുള്ള കോർഡിനേറ്റർമാർ കുന്നംകുളത്തെ സുഭിക്ഷ ഹോട്ടലിൽ സന്ദർശനം നടത്തി. കേരളത്തിലെ മാതൃകാപരമായ കുടുംബശ്രീ സംരംഭങ്ങളുടെ പ്രവർത്തന രീതികൾ പഠിച്ച് അത് തങ്ങളുടെ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സന്ദർശനം. ഉത്തരാഖണ്ഡിൽ നിന്നുള്ള സന്ദീപ്, ഉത്തർപ്രദേശിൽ നിന്നുള്ള ധീരേന്ദ്ര എന്നിവരടങ്ങുന്ന സംഘമാണ് കുന്നംകുളത്തെത്തിയത്. കുടുംബശ്രീയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ജനകീയ ഹോട്ടലുകളിൽ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒന്നാണ് കുന്നംകുളത്തെ സുഭിക്ഷ ഹോട്ടൽ. സുഭിക്ഷ ഹോട്ടൽ കോർഡിനേറ്റർ അനിത സജിത്ത് സംഘത്തിന് ആവശ്യമായ വിവരങ്ങൾ വിശദീകരിച്ചു നൽകി. ഹോട്ടലിന്റെ പ്രവർത്തനക്രമം, വരുമാന നിയന്ത്രണ രീതികൾ, മാലിന്യ സംസ്കരണ സംവിധാനങ്ങൾ, അടുക്കളയിലെ പ്രവർത്തനങ്ങൾ എന്നിവ സംഘം നേരിട്ട് കണ്ട് മനസ്സിലാക്കി. കുടുംബശ്രീയുടെ വിജയകരമായ പ്രവർത്തനങ്ങൾ വർഷങ്ങളായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പഠന സംഘങ്ങളെ ആകർഷിക്കാറുണ്ട്. ഒരു ജനകീയ പ്രസ്ഥാനം എങ്ങനെയാണ് സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും ഉപജീവനമാർഗവും ഒരുക്കുന്നത് എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് കേരളത്തിലെ ജനകീയ ഹോട്ടലുകൾ. ഈ സന്ദർശനത്തിലൂടെ ലഭിച്ച അറിവുകൾ മധ്യപ്രദേശ്, മേഘാലയ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ അവതരിപ്പിക്കാനാണ് സംഘത്തിന്റെ തീരുമാനം. How they are using alternatives of LPG for the better utilization of the cost effective, since this is a community led and community for the serving of the community, they are providing the meal at the cheaper rate, which is 30 rupees per plate of the meal. And how they are managing their profit and cost management here. So we got an understanding, and it's a very viable model, which is inspiration for the community kitchen type of model, where people are getting cheaper food on their day-to-day basis. കുന്നംകുളത്തെ സന്ദർശനത്തിന് ശേഷം കൊച്ചി നഗരസഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന എറണാകുളം സമൃദ്ധി ഹോട്ടലിലും സംഘം സന്ദർശനം നടത്തും. സംസ്ഥാനങ്ങളുടെ അതിരുകൾ ഭേദിച്ച് ഇന്ത്യയിലുടനീളം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാൻ കുടുംബശ്രീക്ക് കഴിയുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരത്തിലുള്ള സന്ദർശനങ്ങളെന്നും വിലയിരുത്തപ്പെടുന്നു.